കഴിഞ്ഞ ഒരു വർഷമായി എൻ്റെ പൈതലിൻ്റെ തലയിൽ മുഴുവനും പരു വന്ന് പഴുത്ത് ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒന്നും ചൂടിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഒത്തിരി മാസം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവർ അലർജിയുടെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അത് ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഇവന് സോറിയാസിസ് ആണ്, ഇവൻ്റെ തലയിലും കുടലിലും ഒക്കെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു മാസം ഇവന് പച്ചമരുന്ന് വെറും വയറ്റിൽ കൊടുത്തു, പച്ചമരുന്ന് ഒത്തിരി കൊടുത്തു. അപ്പോൾ അത് അന്നേരം ഇങ്ങനെ എൻ്റെ നാത്തൂൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇതുപോലെ പാസ്റ്ററോടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു അതിന് എന്നെ 21 ദിവസം പ്രെയർ ആയിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞങ്ങളിവിടെ ലാസ്റ്റ് ഡേറ്റ് വന്നു. അപ്പം ഞാൻ പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ യേശു നിന്നെ സൗഖ്യമാക്കുവിടാ, നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നുപോയി. പിന്നെ ഞങ്ങൾ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആയുർവേദത്തിൽ ഒത്തിരി പൈസയാകും, അപ്പം പാസ്റ്റർ എന്ത് ഞങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഇവരൊരു കുഴപ്പവും ഇല്ല, വേറെ ഒരു ഡോക്ടറെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്ന ഒരു അങ്കിളുമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് പാസ്റ്റർ എല്ലാം ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല സിസ്റ്ററെ, ഇവന് സോറിയാസിസ് ഒന്നും അല്ല. എന്നിട്ട് പിന്നെ ഫംഗസ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തുവാന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അത് ചെയ്തപ്പോൾ അത് പോസിറ്റീവാണ്, നെഗറ്റീവ് ആണെങ്കിൽ അത് ബയോപ്സിക്കൊക്കെ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാസ്റ്റർ പറഞ്ഞു ഈ രോഗമല്ലെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു വേണം പോകാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ എടുത്തില്ല, പിന്നെ തിരിച്ചെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ ഫംഗസാണ്, സോറിയാസിസ് എന്നുള്ള രോഗമേ അല്ല എന്ന് പറഞ്ഞു. പേടിക്കുകയൊന്നും വേണ്ട, ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്ററോടും സഭയോടുള്ള നന്ദി. യേശുവിൻ്റെ പ്രത്യേകത യേശു തൊട്ടാ നീ സൗഖ്യമാവും, യേശു തൊട്ടാ നിന്റെ ജീവിതം മാറും. ഒന്ന് കൈയടിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളൊന്ന് കൈയടിച്ചൊന്ന് സ്വീകരിച്ച് നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ തേജസ്സോടെ കൊണ്ടുവരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. രോഗിക്ക് നല്ല വൈദ്യനായ, രോഗിക്ക് നല്ല വൈദ്യനായ ഓൺലൈനിൽ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന കുടുംബങ്ങളോട് ഇന്ന് രാവിലെ പറയുക, നിന്റെ പ്രശ്നം എത്ര മാരകമാണെങ്കിലും സൗഖ്യമാക്കാൻ കരുത്തുള്ളൊരു കർത്താവുണ്ട്.